സുഹൃത്തുക്കളെ, ഇത് സിദ്ധാർത്ഥിൻ്റെ ഒരു പഴയ പിറന്നാൾ ആഘോഷിക്കുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇട്ടതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, നമ്മുടെയൊക്കെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതേപോലുള്ള ആഘോഷങ്ങളൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ നമ്മളത് ഏതെങ്കിലും ആശ്രമത്തിലോ അനാഥാലയത്തിലോ വെച്ചൊക്കെ നടത്താമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയുള്ള അന്തേവാസികൾക്ക് അത് വലിയൊരു സന്തോഷമായിരിക്കും. അപ്പം ഞാൻ സായിയുടെ ആശ്രമത്തിൽ വെച്ചാണ് ഇത് നടത്തുന്നത്. അവിടെ ഒരു 10-50 അന്തേവാസികളുണ്ട്, കുറേ അമ്മമാരും കുറേ അച്ഛന്മാരും ഒക്കെ. അപ്പോൾ അവരുടെ കൂടെ പോയി ആഘോഷിച്ച് ഈ കേക്ക് മുറിച്ച് അവരോടൊപ്പം നമ്മൾ ഭക്ഷണം കഴിച്ച് അവർക്ക് ഡ്രസ്സും മേടിച്ച് കൊടുത്ത് നമ്മൾ വീട്ടിൽ ആഘോഷിക്കുന്ന ആഘോഷം അവരോടൊപ്പം ആകുമ്പോൾ ഈ വയസ്സുന്ന ആൾക്കാർക്ക് വലിയ സന്തോഷമാണത്. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ അവർക്ക് കൊടുക്കുക. ഇപ്പോൾ മക്കളൊക്കെ ഉപേക്ഷിച്ച് അവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് പോകുന്നതാണ്. അവിടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ നല്ല നിലയിലൊക്കെ ഉള്ള ആൾക്കാരായിരുന്നു. ഈ വീട്ടുകാർക്ക് മക്കൾക്കെല്ലാം ഒരു ബുദ്ധിമുട്ടാകുമ്പോൾ അവർ തന്നെ ഇറങ്ങി വരുന്നവരുണ്ട്, ചിലരെ അവിടെ കൊണ്ട് വിട്ടിട്ട് പോകുന്നവരുണ്ട്. അപ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാർ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ മക്കളെയൊക്കെ കാണുമ്പം അവർക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഒരു ജോഡി ഡ്രസ്സ് മേടിച്ച് കൊടുക്കുമ്പം അത് മേടിച്ചിട്ട് അവരെ കണ്ണ് നിറയും, നമ്മുടെ തലയെ കൈ വെച്ചിട്ട് അവർ പറയും നന്നായി വരും മക്കളെ എന്ന് പറഞ്ഞ് നമ്മളെ അനുഗ്രഹിച്ച് വിടുക. അപ്പോൾ കേക്ക് മുറിക്കുന്ന കാര്യമായാലും എല്ലാത്തിലും അവരെ പങ്കെടുപ്പിക്കുമ്പോൾ അവർക്ക് കുറേ നേരമെങ്കിലും നമുക്ക് അവരോടൊപ്പം വളരെ സന്തോഷത്തിലിരിക്കും. നമുക്ക് മനസ്സിന് നല്ല സന്തോഷം കിട്ടും, അവർക്കും അത് ഒരു റിലാക്സ് ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഡ്രസ്സ് മേടിച്ച് കൊടുക്കാൻ പറ്റുമെങ്കിൽ മേടിച്ച് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കേക്കെങ്കിലും അവിടെ കൊണ്ടുവച്ച് മുറിച്ച് അവരോടൊപ്പം ആഘോഷിക്കുമ്പോൾ ഉണ്ടല്ലോ, അവർക്കത് വലിയൊരു സന്തോഷമായിരിക്കും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ പുണ്യപ്രവൃത്തിയായിരിക്കും അത്. എല്ലാവരും ഒരാളിനെങ്കിലും നമ്മൾ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പുണ്യം എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ ഓണത്തിനായാലും എൻ്റെ മോൻ്റെ ബർത്ത്ഡേ പാർട്ടിക്കായാലും മറ്റെന്തെങ്കിലും പരിപാടിക്ക്. അപ്പം ഞാനതൊന്നും ഒരുപാടൊന്നും വീഡിയോ ഒന്നും എടുത്ത് വെച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ഞാനിത് വീഡിയോ പിടിക്കുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് അങ്ങനെ ചെയ്യണമെന്ന് തോന്നിയാൽ അതൊരു നല്ല കാര്യമാണല്ലോ എന്ന് തോന്നിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ പിടിക്കാൻ തുടങ്ങിയത്. അതിന് മുമ്പൊന്നും ഞാനിതൊന്നും പിടിച്ച് വീഡിയോയിലൊന്നും ഇടാനോ പബ്ലിസിറ്റിക്ക് വേണ്ടി ഒന്നും ചെയ്യാറില്ല. പക്ഷേ ഇപ്പം ഞാൻ ആലോചിക്കുന്നത്, ഇത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും അതേപോലെ ചെയ്യണമെന്ന് തോന്നിയാലോ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ പിടിച്ച് ഇതെല്ലാം ലോഡ് ചെയ്യുന്നത്. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ പിടിക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം അതാണ്. അപ്പം നിങ്ങളും അതേ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും സഹായിക്കാനോ അല്ലെങ്കിൽ ഇതെൻ്റെ മോടെ ബർത്ത്ഡേയുടെ ആണ്. ഇത് വേറെ ഒരു ആശ്രമത്തിൽ, തിരുവനന്തപുരത്തുള്ള ഒരു ആശ്രമത്തിൽ ഇത് കൊറോണ സമയത്ത് തന്നെ ഞങ്ങൾ നടത്തിയതാണ്. ഇത് എൻ്റെ മോടെ ബർത്ത്ഡേയുടെ ആണ്. അപ്പം നിങ്ങൾക്കും ഇതേപോലെയൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ.